പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ രാജ്യത്തുടനീളം നടക്കുകയാണ്. അതിനിടെയാണ് ഇങ്ങനൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മോചനം അതത്ര എളുപ്പമാകുമോ? പ്രവിത, സാധാരണ നിലയിൽ ഇത്തരത്തിൽ സൈനികർ ഈ അതിർത്തി മുറിച്ചു കടക്കുക, സീറോ ലൈൻ മുറിച്ചു കടക്കുക എന്നുമ്പോൾ അത് സൈനികരാണെന്ന് തിരിച്ചറിഞ്ഞാൽ വലിയ ഒരു പ്രശ്നം അത് ആക്കാറില്ല. മറിച്ച് സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടെത്തുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത്. അത് അതിർത്തി മുറിച്ചു കടന്നു എന്നുള്ളത് ഗുരുതരമായ ഒരു പ്രശ്നമാണെങ്കിൽ പോലും സംഘർഷമില്ലാത്ത പ്രദേശങ്ങളിൽ അത് കാര്യമായി മാനിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലപ്പോഴും. എന്നാൽ ഈ ഒരു പശ്ചാത്തലമാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ ബന്ധം സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ ഇന്ത്യക്ക് ലഭിക്കുകയും അവ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്ന ഉടൻ പാകിസ്ഥാൻ പ്രകോപനപരമായ പ്രസ്താവനകൾ ഈ വിഷയത്തിൽ നടത്തുകയും ചെയ്തിരിക്കുന്നു. തുടർന്ന് കടുത്ത നടപടികളിലേക്ക് നയതന്ത്ര തലത്തിൽ ഇന്ത്യ നടപടി എടുത്തിരിക്കുന്നു. ഇതിന് മറുപടിയായി പാകിസ്ഥാനും ചില നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തീർത്തും വഷളായ ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെയാണ് തുടർ നടപടികളിലേക്ക് ഇന്ത്യ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിനായുള്ള ആദ്യ നടപടികൾ ഈ അതിർത്തി മേഖലയിലുള്ള പരിശോധനകൾ അടക്കമുള്ളവ സജീവമായി പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു BSF ജവാൻ പാക് റേഞ്ചേഴ്സിന്റെ കസ്റ്റഡിയിൽ ആയിരിക്കുന്നത്. ഈ പഞ്ചാബ് പാകിസ്ഥാൻ അതിർത്തിയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല, സംഘർഷ മേഖലയല്ലെങ്കിൽ പോലും ഈ സാഹചര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് തന്നെയാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തുടർ ചർച്ചകൾ, മോചനം എന്നുള്ളത് സാധ്യമാക്കാനുള്ള എല്ലാ നടപടികളും BSFന്റെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പാകിസ്ഥാൻ ഈ നിലപാട് കടുപ്പിക്കുമോ എന്നുള്ളത് ആണ് ഇനി അറിയേണ്ടത്. ഇത് മോചനം വൈകിപ്പിക്കാൻ മാത്രമായിരിക്കും പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ കഴിയുക. എന്നാൽ തീർത്തും ഇന്ത്യയുടെ സൈനികനാണെന്ന് തിരിച്ചറിഞ്ഞു ID കാർഡോടുകൂടിയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൈവശമുള്ള ആയുധങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ അദ്ദേഹത്തിന് ഈ BSF നൽകിയ ആയുധങ്ങളാണ്. ഇതെല്ലാം തിരിച്ചറിയുമ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് തന്നെ അദ്ദേഹത്തെ കൈമാറണം പാകിസ്ഥാന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രവിത, പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാക് നയതന്ത്ര ബന്ധം ഉലയുന്നതിനിടെയാണ് പഞ്ചാബിൽ അതിർത്തിയിൽ BSF ജവാൻ പാക് കസ്റ്റഡിയിലാകുന്നത്. ഇപ്പോൾ ജവാനെ മോചിപ്പിക്കാനുള്ള ശ്രമം അത് സൈനിക തലത്തിൽ നടക്കുകയാണ് എന്നാണ് ബൽറാം നെടുങ്ങാടി നൽകുന്ന വിവരം.